പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ്. അതിനായിട്ട് ഒരു ചെറിയ മീഡിയം വലിപ്പമുള്ള സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരൽപ്പം ഗ്രീൻ പീസ് കടല നമ്മൾ വെള്ളത്തിലിട്ട് ഒരു രാത്രി കുതിർത്തിയെടുത്തതാണ്. ഒരു ക്യാരറ്റ്. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു കുക്കർ എടുത്തതിന് ശേഷം കുക്കറിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. കഷ്ണം ഇല്ലാതെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരല്പം മതി. ഇതിലേക്ക് 2 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായതുകൊണ്ട് ഒരു 5 എണ്ണം ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള് പെരിഞ്ചീരകം, വെള്ളം, ഒന്ന് അരച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്, പച്ചമുളക്, സവോള, ഇതിലേക്ക് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ആവശ്യമില്ല, പച്ചമുളക് തന്നെയാണ്. ആ സവോളയുടെ ആ പച്ചപ്പൊന്നും മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആകണ്ട. ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ മല്ലിപ്പൊടിയുടെ ആ പച്ചപ്പ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ഇപ്പോൾ അതിലെ ആ പച്ചപ്പൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ആ പച്ച ക്യാരറ്റിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത കടലയുടെ ഗ്രീൻ പീസ് കടല വേവിച്ചെടുത്തതിൻ്റെ സ്റ്റോക്ക് വാട്ടർ ഒരല്പം ഉണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. കറി ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഉപ്പ്,
നന്നായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറി റെസിപ്പിയാണ് ഇത്. അപ്പുറത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കറിയായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്തെടുത്ത് കഴിക്കുവാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്